ഒരായുധവുമില്ലാതെ റാം മോഹനെ നേരിടാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. എന്റെ തോക്ക് വീട്ടിനുള്ളിലുണ്ട്. പക്ഷേ അതെടുക്കുന്നതെങ്ങനെ? കയ്യിൽ കിട്ടിയ ടാപ്പിംഗ് നൈഫുമായി നേരെ വീട്ടിലേക്ക് കയറി ചെന്ന് അവനെ കൊല്ലണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഭവാനിയുടെ മുന്നിൽ വെച്ച് അവനെ കൊന്നാൽ അവളായിരിക്കും എനിക്കെതിരായ ആദ്യത്തെ തെളിവ്. അത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. മാത്രവുമല്ല, ഒരു ചെറിയ ടാപ്പിംഗ് നൈഫുമായി അവനെ നേരിട്ടാൽ ഒരുപക്ഷെ ഞാൻ പരാജയപ്പെടുമെന്ന് ഭയപ്പെട്ടു. എങ്ങനെയെങ്കിലും ഒരു തോക്ക് കൈക്കലാക്കണമെന്ന് മാത്രമായി എന്റെ ചിന്ത. എസ്റ്റേറ്റിന്റെ പിന്നിൽ വെച്ച് റാം മോഹനെ ആരും അറിയാതെ വെടിവെച്ച് വീഴ്ത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. എസ്റ്റേറ്റിന്റെ പിന്നിലെ പഞ്ചായത്ത് റോഡിലേക്ക് കടക്കുമ്പോൾ റാം മോഹന്റെ കാർ റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ ഫ്രണ്ട് മേജർ വർമ്മയുടെ കയ്യിൽ ഒരു പിസ്റ്റൽ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കുക എന്നതായി എന്റെ ചിന്ത. ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു. സന്ധ്യയ്ക്ക് മുമ്പ് റാം മോഹൻ തിരിച്ചു പോകാനിടയിലെന്ന് ഞാൻ ഊഹിച്ചു. വർമ്മയുടെ വീട് അല്പം അകലെയായിരുന്നെങ്കിലും 5 മണിയോടെ തോക്കുമായി തിരിച്ചെത്താം എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. വർക്ക്ഷോപ്പിൽ നിന്ന് കാറെടുത്ത് ഞാൻ നേരെ വർമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു. പക്ഷേ വർമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നതാണ് കണ്ടത്. തോക്ക് കിട്ടില്ലെന്ന് മനസ്സിലായപ്പോഴും ഞാൻ ഒന്നേ ആലോചിച്ചുള്ളൂ, എങ്ങനെയെങ്കിലും റാം മോഹനെ കൊല്ലണം. ഞാൻ എസ്റ്റേറ്റ് റോഡിലെത്തിയപ്പോൾ റാം മോഹന്റെ കാർ അവിടെ ഇല്ലായിരുന്നു. റാം മോഹൻ രക്ഷപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് തീരുമാനിക്കാനായില്ല. എങ്ങോട്ടെന്നില്ലാതെ ഞാൻ കാർ ഓടിച്ചു. എന്തു ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ എനിക്കറിയില്ലായിരുന്നു. മനസ്സ് നിറയെ റാം മോഹനോടുള്ള പക മാത്രമായിരുന്നു. എങ്ങനെയോ അവസാനം ഞാൻ ബാറിലെത്തി. എല്ലാം മറക്കാൻ വേണ്ടി ഞാൻ കുടിച്ചു. പക്ഷേ ഒന്നും മറക്കാൻ പറ്റിയില്ല. എങ്ങനെ റാം മോഹനെ വകവരുത്തണമെന്ന് മാത്രം ആലോചിച്ച് ഞാൻ അവിടെ ഇരുന്നു.